പ്രളയം കേരളത്തെ ആകെ കീഴ്പ്പെടുത്തിയ കാലം. മെട്രോ നഗരമായ എറണാകുളത്തെയും വെള്ളം മുക്കിക്കളഞ്ഞപ്പോൾ അത് പറവൂർ എന്ന പ്രദേശത്തെയും ചെറുതല്ലാതെ ബാധിച്ചിരുന്നു. എന്നാൽ അവിടുത്തെ സാധാരണക്കാരായ ഭവനരഹിതരായ ജീവിതങ്ങൾക്ക് കൈത്താങ്ങാവുകയായിരുന്നു പറവൂരിന്റെ MLA-യും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ. പ്രളയത്തിന് ശേഷം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 200-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകാൻ പ്രതിപക്ഷ നേതാവിന്റെ പുനർജനി പദ്ധതിക്ക് ആയിട്ടുണ്ട്. വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അതിനെ തെല്ലും വകവെക്കാതെ പറവൂരിന്റെ പ്രിയപ്പെട്ട MLA കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ട് ജീവനും ജീവിതവും ഒക്കെ നഷ്ടമായ നിരാലംബർക്ക് അഭയം നൽകേണ്ട സർക്കാർ ദുരന്തം നടന്ന് 1 വർഷത്തിന് ശേഷമാണ് അക്കാര്യത്തെപ്പറ്റി ആലോചിച്ചു തുടങ്ങുന്നത്. സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് അകമഴിഞ്ഞു ചിലവഴിക്കുന്ന സർക്കാർ, പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന സർക്കാർ, മുണ്ടക്കൈ ചൂരൽമലയിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരുപാട് വൈകി. ചൂരൽമലയിൽ പുനരധിവാസം സർക്കാർ മന്ദഗതിയിൽ വലിച്ചു നീക്കുമ്പോൾ പുനർജനി പദ്ധതിയിലൂടെ പറവൂരിലെ ജനങ്ങൾക്ക് പുനർജന്മം നൽകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഞങ്ങളുടെ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു കുടുംബത്തെയും അവർക്ക് എങ്ങനെയാണ് VD സതീശൻ അവരുടെ MLA പ്രതീക്ഷയായതെന്നും നേരിട്ട് കാണാം. പേരെന്താ? അശ്വതി. പിള്ളേര് ഋതിക, ഋഷിക, ഋഷ്വി. അനിയത്തി വെച്ച ഇവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇവിടെ പച്ചയമ്മ, ഞാൻ, അനിയത്തി ഉണ്ട്. അപ്പം ഈ വീട് പുതിയതാണോ? പുതിയതാണ്. എത്ര ആളായി ഇങ്ങോട്ട് ഈ വീടായിട്ട്? 2 മാസം. അതിനു മുമ്പ് എങ്ങനെ? ഞങ്ങൾ വാടകക്കാണ് നോക്കുന്നത്. ഇവിടെ തന്നെയായിരുന്നു? ഇവിടെ ഇച്ചിരി അവിടെ നീങ്ങിട്ടല്ലേ. 2 വർഷമായി വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ടാ? 2 വർഷം. ഓ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ MLA സാറ് വഴിയാണ് ഇപ്പൊ ഈ വീട് വെച്ചത്. ഓ, MLA VD സതീശൻ. എങ്ങനെ MLA പറയുന്നത് വീട് വേണം എന്നുള്ള ഒരു ആവശ്യം പറയുന്നത് എങ്ങനെയാണ്? അത് ഹസ്ബൻഡ് മരം വെട്ട് തൊഴിലാളിയായിരുന്നു. ഇവിടെ പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു മരം. അതിൻ്റെ ഇടയ്ക്ക് മരം ആക്സിഡന്റായി മരണപ്പെട്ട്. എത്ര നാളായിരുന്നു അപകടം പറ്റി? ഇപ്പൊ അടുത്ത മാസം 11-ാം തീയതിക്ക് വരുമ്പോ 1 വർഷമാകുന്നു. എന്താണ് ഈ വീട് സാറ് ഇതറിഞ്ഞപ്പോ വന്നായിരുന്നു. ഈ അപകടം വലിയൊരു ഇതായിരുന്നു. സാറ് സ്ഥലത്തുണ്ടായിരുന്നില്ല. അവിടുന്ന് വന്ന് 2-3 ദിവസം കൊണ്ട് വീട്ടിൽ വന്നായിരുന്നു ഇതറിഞ്ഞിട്ട്. അപ്പൊ വീടിന്റെ മീറ്റിങ്ങിനില്ലെന്ന് പറഞ്ഞപ്പോ സാറ് എന്റെ പറഞ്ഞ വീട് വാടക വീട്ടിലായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു വീടും സ്ഥലവും മേടിച്ച് വീട് വെച്ചേരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു 2-3-2 തന്നെ സ്ഥലം മേടിച്ചു തന്നു. സ്ഥലം ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ സാറിനെ പാർട്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിക്കാർ വഴിയാണോ? അതെ. അപ്പൊ കുഞ്ഞെന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ എല്ലാവരും സ്ഥലം അപ്പൊ തന്നെ ശരിയാക്കി തന്നു. അങ്ങനെ 1 മാസം സ്ഥലത്തിന്റെ ഇടവേളൊക്കെ ചെയ്തു. തറക്കല്ലും വിട്ടു 5 മാസം. പിന്നെ വീട് പണി തന്നെ പൂർത്തീകരിച്ചു തന്നു. കറക്റ്റ് 5-6-7 മാസത്തിനുള്ള തന്നെ സാറ് തന്നെ വീട് ശരിയാക്കി തന്നു. ഇപ്പൊ എത്ര നാളായി ഇങ്ങോട്ട്? ഇപ്പൊ മാറിയിട്ട് 2 മാസം. ഇവിടെ പണിയനക്കും തന്നെ ഞങ്ങൾ വാടക തന്നെ താമസിച്ചത്. അത് സാറ് പറഞ്ഞ് പാർട്ടിക്കാർക്ക് പറഞ്ഞ തന്നെ വാടകക്ക് വേറൊരു വീട് എടുക്കാന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ തന്നെ പണിയുന്ന സമയത്ത് അപ്പൊ വാടക സാറ് തന്നെയാണ് കൊടുത്തത്. സാറ് തന്നെ എല്ലാം നോക്കി ചെയ്തു. പിന്നെ ഇപ്പൊ പിള്ളേരുടെ കാര്യത്തിൽ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്നു. UKG അടുത്ത് തന്നെയാണ് തത്തപ്പള്ളി സ്കൂളിൽ തന്നെ. ഇവരുടെ അംഗനവാടിയിലാണ്. സാറിന് ബാഗും യൂണിഫോമൊക്കെ കൊണ്ടു തന്നായിരുന്നു. ഇവിടുത്തെ എല്ലാ ആവശ്യത്തിന് സാറ് വന്നായിരുന്നു. അപ്പൊ പാല് കാച്ചലിന് വിളിച്ചായിരുന്നു. അപ്പൊ വന്ന് പിന്നെ താക്കോലാണ്ടിന് സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ തത്തപ്പള്ളി ഒരു പരിപാടി ഉണ്ടായിരുന്നു, റോഡ് ഉദ്ഘാടനത്തിന്. അന്നേരം വന്നാൽ ഞങ്ങളപ്പോൾ പോയി കണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു.
വി.ഡി. സതീശനാണ് വെച്ച് തന്നെ അല്ലെങ്കിൽ എം.എൽ.എ ആണ് ഈ വീട് വെച്ച് തന്നതെന്ന് കാണിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണ് അവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ സാധാരണ വീടുകളിലേ അങ്ങനെ കാണാറുണ്ട്. സാധാ വെച്ചിട്ടില്ല. സൗകര്യങ്ങളൊക്കെ എങ്ങനെ? സൗകര്യമൊക്കെ ഞങ്ങൾ പ്രതീക്ഷയിലും കൂടുതലാണ്. ഇപ്പൊ ഞങ്ങക്ക് കിട്ടിയതിലൊരു വലിയൊരു ഇതായിട്ടാണ്. കൈക്ക് എന്ത് പറ്റിയതാ? കൈക്ക് ഇന്നലെ ഒന്ന് ബാത്റൂമിൽ വീണതാണ്. സാറിന് അവിടുത്തെ PA നമ്പർ തന്നിട്ടുണ്ട്, എന്താ ആവശ്യം പറഞ്ഞോളം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സന്തോഷാണ്. സന്തോഷമാണ്. പ്രതീക്ഷിച്ചില്ല. ഇത് സത്യം പറഞ്ഞ ഈ ഒരു സാറിന്റെ അടുത്ത് പറയുമ്പോഴും ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരുന്നോ പോയത്? വാക്കി തന്നെ ഉണ്ടായിരുന്നു നമുക്ക്. അല്ല, ആ ഒരു സാറിന്റെ ഒരു വാക്കി തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ചെയ്തു തരാന്ന് പറഞ്ഞായിരുന്നു. വേറെ എന്ന് വെച്ചാൽ വേറെ ആൾക്കാരും നമുക്ക് ഇതുപോലെ ഇത് തന്നിട്ടില്ല. അറിഞ്ഞൊരു 2 ദിവസം വീട്ടിൽ വരികയും പിന്നെ എല്ലാ കാര്യത്തിനും പിന്നെ അങ്ങോട്ട് മുൻപോട്ട് സപ്പോർട്ടായിരുന്നു. വേറെ ഒരാൾ ഞാൻ ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടില്ല സാറിനെ പോലെ പറഞ്ഞു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ അവരുടെ കണ്ണീരൊപ്പാൻ വന്ന അവരുടെ നേതാവിനെ ഒരിക്കലും മറക്കില്ലെന്നാണ് അവരുടെ വാക്കുകളിലൂടെ നമ്മോട് പറയുന്നത്. മരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അത്താണിക്ക് വാടക താമസിക്കുന്നു. അവിടെ നെല്ലിസാരി വഴിയിട്ട് ഞങ്ങൾ സ്ഥലം കിട്ടില്ല. നെല്ലിസാരി പോയിട്ടെടുത്ത് ഞങ്ങൾ പറഞ്ഞ് വാടക വീട് വെച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല വാടക കൊടുത്ത് നെല്ലിച്ചെങ്കിൽ ഏറ്റവും പറ്റിയ നമുക്ക് ഇത് കിട്ടിയത് 3 കുഞ്ഞുങ്ങൾ നമുക്കൊല്ലൊരിട. ഞങ്ങൾ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ സാധനം പിന്നെ എന്തെങ്കിലും ഒരു വരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ജോലി എവിടെയെങ്കിലും ഏൽപ്പിച്ച് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ഇനി കഴിഞ്ഞു പോകാൻ. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടൊരു വൈപ്പിലൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. അതുകൊണ്ടൊന്നും ആവണില്ല. എന്നുവെച്ചാൽ ഇപ്പൊ അവര് 3 പേരും ഒരേ ഇത്. ഞങ്ങൾ 5 പേരുടെ കുടുംബം. ഞങ്ങൾ മുതിർന്നവർ തന്നെ കൊണ്ട് പോകുന്നു. അവിടെ ഒരാൾ പോയിട്ട് എന്ത് ചെയ്യും? നിസ്സാര പൈസ കൊണ്ടൊന്നും നിൽക്കണില്ല. നമ്മളെ ഒരു നല്ല ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാൽ വളരെ പറഞ്ഞു വെച്ചാൽ മരണം വരെ എൻ്റെ മക്കളും ഞങ്ങളും സാറിനോട് ഇതിന് സഹകരിച്ചിരുന്ന എല്ലാവരോടും മരിച്ചാലും മറക്കൂല. കുഞ്ഞുമക്കൾക്ക് വി.ഡി. സതീശൻ അവരുടെ അങ്കിളാണ്, പ്രതിപക്ഷ നേതാവ്. നന്നായി പഠിക്കണമെന്നും പഠിക്കാനുള്ള സഹായങ്ങളൊക്കെ നൽകുമെന്നും ഉറപ്പു നൽകിയതും കൃതജ്ഞതയോടെ അവർ ഓർക്കുകയാണ്. ഇയാൾക്ക് വലിയ കാര്യം. ഇയാള് ഇഷ്ടമാണോ വി.ഡി. സതീശനെ? എന്താ പറഞ്ഞേ? അങ്കിളുടെ ആണോ പറഞ്ഞേ? അങ്കിള് വരാറുണ്ടോ? കണ്ടായിരുന്നോ? എന്താ പറഞ്ഞേ? പഠിക്കാൻ പറഞ്ഞോ? പിന്നെ ട്യൂഷന് പോണെന്ന് പറഞ്ഞോ? ഞങ്ങൾ പറവൂരിനോട് യാത്ര പറഞ്ഞ് മടങ്ങുമ്പോഴും ഒരുപാട് പേർ വി.ഡി. സതീശനെ കുറ്റപ്പെടുത്തുമ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അദ്ദേഹം മുന്നോട്ട് കുതിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുവടുകൾക്ക് കരുത്തു പകരുന്ന ഒരു കൂട്ടം മനുഷ്യർ അദ്ദേഹത്തിന്റെ നന്മയെ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിലും വിമർശനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നവർക്കുള്ളത് മാത്രമാണല്ലോ. മറ്റൊരു യാത്രയിൽ മറ്റൊരു ജീവിതവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.